പെരുവണ്ണാമൊഴി ഡാമിൻ്റെ അടുത്തിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, അതവിടെ ഒരു ബോർഡ് കണ്ടോ, എലിഫന്റ് ക്രോസിംഗ്. വെയിൽ കണ്ടടിച്ചിട്ട് രക്ഷയില്ല, അതുപോലത്തെ. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളിന്ന് പെരുവണ്ണാമൊഴി ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് നമ്മളിന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അടിപൊളി സ്ഥലത്താണ് വന്നത്. പെരുവണ്ണാമൊഴി ഡാമിൻ്റെ പ്രദേശമാണ് ജാനേക്കാട് എന്ന് പറയുന്നത്. ജാനേക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നല്ല സൂപ്പറായിട്ടുള്ളൊരു എന്താ പറയുക ഒരു അരുവി, അതിൻ്റെ അടുത്താണ് നമ്മളുള്ളത്. നമ്മളിപ്പം എന്തുവാ ഇനിയിപ്പം കക്കയം ഡാമിലേക്ക് നമുക്ക് പോകണം. പെരുവണ്ണാമൊഴി ഡാം, കക്കയം ഡാം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചെക്കട്ടപ്പാറ നല്ല അടിപൊളി പ്രദേശങ്ങളുണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടി നമ്മളിന്ന് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പെരുവണ്ണാമൊഴി ഡാമിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പം അടുത്തായിട്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടി ഞാൻ അതിന് പറ്റിയ സ്ഥലത്ത് വന്നതാണ്. നമ്മൾ പെരുവണ്ണാമൊഴി ഡാമിലേക്ക് പോവുക. നമ്മളിപ്പം ജാനേക്കാടിൻ്റെ അടുത്താണുള്ളത്. സ്റ്റാർട്ടിംഗ് ആണ് ജാനേക്കാട്. ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് ജാനേക്കാട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് മറ്റേ ഇവിടുത്തെ ഫോറസ്റ്റുകാർ രാത്രി നിരീക്ഷിക്കാൻ വേണ്ടി കെട്ടിയിട്ടേക്കുന്നതാണ്. ഉണ്ടോ, ഏറുമാടം എന്ന് പറയും. മരത്തിൻ്റെ മുകളിൽ ചെറിയൊരു ഇതൊക്കെ വെച്ചിട്ട് അടിപൊളി സെറ്റപ്പാണ്. ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. ഈ റോഡിൻ്റെ ഇവിടുന്ന് ഈ മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് തീരെ ആർക്കും പ്രവേശനമില്ല. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ പകൽ കുഴപ്പമില്ല, രാത്രിയിൽ ഇതിലെ പ്രവേശനം എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഫുൾ ടൈം ആന റോഡിലുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ അപ്പുറത്തൊക്കെ ഓടയൊക്കെ ഇങ്ങനെ ഒടിച്ച് പറിച്ചിട്ട് കണ്ടിട്ടുണ്ട്. മേൽവശം അടിപൊളിയാ, ഒരു രക്ഷയില്ല. എൻ്റെ അമ്പോ എന്തൊരു വ്യൂ ആടാ. പെരുവണ്ണാമൊഴി ഡാമിൻ്റെ മേൽവശമാണ് ഇപ്പം കാണാൻ പോകുന്നത്. ഇവിടെ ഒന്നും വന്ന് കണ്ടിട്ടില്ല പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. എന്താടാ അതിൻ്റെ സ്റ്റൈൽ. ഇതാണ് പെരുവണ്ണാമൊഴി ഡാം. പെരുവണ്ണാമൊഴി ഡാം കാണാൻ വേണ്ടി സാധാരണ എല്ലാവരും അതിൻ്റെ ഷട്ടർ കാണാൻ പോകും. ഷട്ടർ കാണാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ അല്ലേ വന്ന് കാണേണ്ടത്. വാ, എന്താടാ പെരുവണ്ണാമൊഴി ഡാമിൻ്റെ മേൽവശം. അതായത് എന്തുവാ പറയാ, ഇത് ഏത് റൂട്ടായിരുന്നു? ഇങ്ങോട്ട് പോകുന്ന ഏത് റൂട്ടായിരുന്നു? അടിപൊളിയാണ്. അതിൻ്റെ സ്റ്റൈല് കൂട്ടാൻ വേണ്ടി മേഘങ്ങളൊക്കെ മേലെ വന്നിട്ട് ഇങ്ങനെ ഒഴുകി നിൽക്കുക. നമ്മുടെ ബേക്ക് കണ്ടോടാ, ബേക്ക് അടിപൊളിയാണ് അല്ലേ? വെയിൽ കണ്ടടിച്ചിട്ട് രക്ഷയില്ല, അതുപോലത്തെ ഇതുപോലെ കുത്തുന്ന വെയിൽ. അവിടെയൊക്കെ പിള്ളേരൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, അവിടെ അടിച്ചു മാറുന്നുണ്ട്. എല്ലാവരും ഇവിടെ വന്ന് അടിപൊളി പരിപാടിയാണ്. ഇവിടെ സ്കൂൾ കട്ട് ചെയ്ത് വന്നില്ലല്ലോ പറയാനുള്ളൂ, അതുപോലത്തെ സ്ഥലമാണ്. ഇനി നമുക്ക് ഡാമിൻ്റെ ഫ്രണ്ട് വശം കാണാൻ പോവാം. അതിന് ഒരുപാട് കാഴ്ച അവിടെ കാണാനുണ്ട്. അവിടെ എന്ന് വെച്ചാൽ പിന്നെ വന്യജീവി സങ്കേതമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ മൃഗങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്, അവിടെയും കാണാനുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ആ കാഴ്ചകളിലോട്ട് പോയിട്ട് വരാം. നമ്മളിപ്പോൾ പെരുവണ്ണാമൊഴി ഡാമിൻ്റെ ഫ്രണ്ട് വശം കാണാൻ പോവാണേ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മേൽവശമാണ് കണ്ടിറങ്ങിയത്. ഇനിയിപ്പോൾ പെരുവണ്ണാമൊഴിൻ്റെ ഫ്രണ്ട് ഷട്ടർ ഇതാണ് മക്കളെ. അടിപൊളിയാണ്. ഇപ്പം എല്ലാ ഷട്ടറും തുറന്നിട്ടുണ്ടല്ലോ ലിയോ.
എല്ലാ ഷട്ടർ 3 ഷട്ടർ 4 ഷട്ടറും തുറന്നിട്ടേക്കുക. മഴ പെയ്തിട്ട് നല്ലോണം വെള്ളം വരുന്നുണ്ടെന്ന്. നമുക്കിനി ഇവിടെ ഒരുപാട് കാഴ്ചകളൊന്ന് കാണാനുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഡാമിൻ്റെ പണി നടക്കുന്നതിനാൽ ഡാമിൻ്റെ മുകളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല, സഹകരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ കുട്ടിയൊക്കെ 10 ഗ്രാൻഡ് അബോ ബസ്, മിനി ബസ്. ഇത് പാർക്കിങ്ങിൻ്റെ അല്ലേ. സന്ദർശന സമയം ഇതാണ്, രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 മണി വരെ. ഇപ്പോൾ ഇവിടെ ടിക്കറ്റിൻ്റെ കാണും. രണ്ടാമത്തെ ടിക്കറ്റിനും വണ്ടിക്കൂടെ 10 പാർക്കിന് 10 രൂപ അല്ലേ. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ, അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ, ഇവിടെ ഒരു ടിക്കറ്റ് എടുത്താൽ അവിടെ ഒരു ടിക്കറ്റ് എടുത്താൽ. മ്യൂസിയത്താണ് പെരുവണ്ണാമൊഴി കാണിക്കുന്നില്ലേ. ഇതൊക്കെ നിർത്തിയിടണേ, ഇതൊക്കെ മ്യൂസിയത്താണ്. പെരുവണ്ണാമൊഴി കാണിക്കൂലേ, അന്നേരം അവിടെ മ്യൂസിയം ഇട്ടാൽ മതി. കുറച്ച് ഭാഗത്ത് പറയുന്ന മാത്രം എടുത്താൽ മതി. അടിപൊളി സ്ഥലം കേട്ടോ. ഓ, ഇവിടെ പണി കാരണം ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടേക്കാണല്ലോ, അങ്ങോട്ട് പോകാനാവില്ല. ഇവിടെ ഡാമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, ഷട്ടറിൻ്റെ. അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശനമില്ലാഹേ. ഈ ഡാമിനെ കൂടാണ്ട് ഈ മേഘത്തിന് ഭയങ്കര കളിയാണല്ലോ. എന്ത് രസമാണ്, അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത്. എന്തോ ഭാഗത്തിനൊന്നും മഴയൊന്നുമില്ല. പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇത്ര ഒന്നും അടിപൊളിയല്ലായിരുന്നു. ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. നല്ല അടിപൊളിയാക്കിയിട്ടാണ് സെറ്റപ്പ് ആക്കി തരുന്നത്. ഇതാണ് റെഡിക്കുള്ള വ്യൂ. ഡാമിൻ്റെ ഫ്രണ്ട് വശം ഫുള്ള് തുറന്ന്, ഷട്ടറെല്ലാം തുറന്ന് വെച്ചേക്കുക. നല്ലോണം വെള്ളമുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, പെരുവണ്ണാമൊഴി ഡാമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതലായിട്ട് കാണാനുണ്ടെങ്കിൽ അവിടെ എല്ലാം പണി നടക്കുന്നുണ്ട്, അങ്ങോട്ടൊന്നും പോകാനാകുന്നില്ല, ഫുള്ള് പ്രശ്നമായിട്ട് കിടക്കുക. അവർ പറഞ്ഞ് അങ്ങോട്ട് പോകല്ലോ, അവിടെ ഫുള്ള് ഡേഞ്ചറാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ് കേൾക്കാണ്ട് നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെ ബൈ.